നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ പലപ്പോഴും മാറ്റങ്ങളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ടെക്നോളജി പാവപ്പെട്ടവന്റെ ജീവിതം മാറ്റമുണ്ടാക്കുമ്പോൾ. നമ്മളിന്ന് സംസാരിക്കുന്നത് റേഷൻ കടകളിൽ വരാൻ പോകുന്ന ഒരു വലിയ വിപ്ലവത്തെക്കുറിച്ചാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഒരു പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളിലെ വിതരണത്തിനായി റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി അഥവാ CBDC ഉപയോഗിക്കുന്ന രീതിയാണിത്. കേൾക്കുമ്പോൾ വലിയ ടെക്നോളജി ആണെന്ന് തോന്നുമെങ്കിലും ഇത് നമ്മുടെ റേഷൻ വാങ്ങുന്ന രീതിയെ അത്രമേൽ ലളിതമാക്കാൻ പോകുന്ന ഒന്നാണ്. എന്താണ് ഈ CBDC അഥവാ ഈ രൂപ? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന 500-ന്റെയും 100-ന്റെയും ഡിജിറ്റൽ രൂപമാണ്. ഗൂഗിൾ പേയോ ഫോൺ പേയോ പോലെയല്ല ഇത്. അവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണമാണ് മാറുന്നത്. എന്നാൽ ഇവിടെ റിസർവ് ബാങ്ക് നേരിട്ടിറക്കുന്ന ഡിജിറ്റൽ പണമാണ് നിങ്ങളുടെ ഫോണിലെ വാലറ്റിൽ എത്തുന്നത്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇപ്പോൾ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എങ്ങനെയാണ് ഇത് റേഷൻ കടകളിൽ പ്രവർത്തിക്കുക? നമുക്ക് കിട്ടുന്ന സബ്സിഡി പണം അല്ലെങ്കിൽ റേഷൻ വിഹിതം ഒരു ഡിജിറ്റൽ ടോക്കൺ ആയിട്ടായിരിക്കും വാലറ്റിൽ വരിക. പച്ചക്കറി വാങ്ങാനോ മീൻ വാങ്ങാനോ ഈ പണം ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് റേഷൻ കടയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്ത പണമാണ്. അതുകൊണ്ട് തന്നെ റേഷൻ വിഹിതം കൃത്യമായി അർഹരായവർക്ക് തന്നെ ലഭിക്കും. ഇടനിലക്കാരുടെ ശല്യം ഒഴിവാക്കാം. റേഷൻ തൂക്കത്തിൽ കൃത്രിമം കാണിക്കാനോ കരിഞ്ചന്തയിലേക്ക് അരി കടത്താനോ ഇനി ആർക്കും കഴിയില്ല. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത അന്നപൂർത്തി ഗ്രെയിൻ ATM ആണ്. ഈ പേരിട്ടിരിക്കുന്ന ATMകളും ഗുജറാത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. പണമെടുക്കാൻ നമ്മൾ ATMിൽ പോകുന്നത് പോലെ റേഷൻ വാങ്ങാൻ ഈ മെഷീനിൽ പോയാൽ മതി. വെറും 35 സെക്കൻഡ് കൊണ്ട് 25 കിലോ അരിയോ ഗോതമ്പോ ഈ മെഷീൻ വഴി നമുക്ക് ലഭിക്കും. റേഷൻ കടക്കാരൻ കട തുറക്കുന്നത് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ദിവസവും 24 മണിക്കൂറും ഈ സേവനം ലഭ്യമാകുമെന്നതാണ് മറ്റൊരു പ്ലസ് പോയിന്റ്. പലർക്കും ഒരു സംശയമുണ്ടാകും, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത സാധാരണക്കാരൻ എന്ത് ചെയ്യുമെന്ന്. അവർക്ക് വേണ്ടിയും സർക്കാർ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് OTP വഴിയോ അല്ലെങ്കിൽ പേപ്പർ കൂപ്പണുകൾ വഴിയോ ഈ ഡിജിറ്റൽ രൂപയുടെ സേവനം പ്രയോജനപ്പെടുത്താം. നമ്മുടെ നാട്ടിലെ വയോധികർക്കും സാധാരണക്കാർക്കും ഇത് വലിയ സഹായകമാകും. റേഷൻ കാർഡിലെ ബയോമെട്രിക് സിസ്റ്റം പലപ്പോഴും വിരലടയാളം കിട്ടാതെ പണി തരാറുണ്ട്. എന്നാൽ ഡിജിറ്റൽ ടോക്കൺ വരുന്നതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ഇനി റേഷൻ കടകളിലേക്കും വരികയാണ്. ഇത് വെറും ഒരു ടെക്നോളജി മാറ്റമല്ല, മറിച്ച് സാധാരണക്കാരന്റെ അവകാശങ്ങൾ ആരും തട്ടിയെടുക്കാതെ അവന്റെ കൈകളിൽ നേരിട്ടെത്തിക്കുന്ന ഒരു സുതാര്യമായ രീതിയാണ്. അഴിമതി കുറയും, വേഗത കൂടും, ഒപ്പം കൃത്യതയും. വരും വർഷങ്ങളിൽ കേരളത്തിലെ റേഷൻ കടകളും ഈ രീതിയിലേക്ക് മാറുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അർഹമായത് അർഹമായവർക്ക് തന്നെ കിട്ടട്ടെ. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിക്കുക. ഇതുപോലുള്ള സാമ്പത്തിക വിശേഷങ്ങൾക്കായി ET മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.